ഹായ് ഗായ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ? അപ്പോൾ ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇന്ന് ജസ്റ്റ് ഞാനൊരു പൊതിച്ചോറുണ്ടാക്കി. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. വലിയ റെസിപ്പി കാര്യങ്ങളൊക്കെ ആയിട്ടൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമുണ്ട്. കറികളെല്ലാം ആയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമുണ്ട്. എന്നാൽ ഒരു പൊതിച്ചോറോടെയും തട്ടിക്കൂട്ടിയാലോ എന്ന്. അപ്പോൾ ബാക്കി എല്ലാ കറികളും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചാളയുണ്ടല്ലോ, നല്ല ചാള കിട്ടി. അപ്പോൾ അത് വറുക്കാൻ ഇട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പയർ ഇവിടെ ഒലുത്തി വെച്ചിട്ടുണ്ട്. ഒലുത്തി വെക്കുക, തോരൻ വെക്കാന്നൊക്കെ പറയും കേട്ടോ. പക്ഷേ തേങ്ങ ഇട്ടിട്ടില്ല കേട്ടോ. തേങ്ങയ്ക്ക് ഇപ്പം എന്താ വില അല്ലേ? ഓരോ ദിവസം ചെല്ലുന്തോറും തേങ്ങയുടെ വില കൂടി വരുവാണല്ലോ. അതുകൊണ്ട് തേങ്ങയൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ചാള മുളകാറ് വെച്ചിച്ചാണ് കേട്ടോ. മുളകാറ് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ തലേന്നത്തെ മോരുകറിയാണ് കേട്ടോ. തലേന്നത്തെ മോരുകറി കുറച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതും എല്ലാവരുടെയും കൂടിയിട്ട് ഒരു തട്ടിക്കൂട്ട് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ വാഴയിലയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം പറിച്ച് കഴുകി ഇനി നല്ലോണം ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. എല്ലാം കഴുകി വെച്ചിട്ടുണ്ട്, ഇനി തുടച്ചെടുക്കണം. അപ്പോൾ കുളി കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി എൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ട് വേണം കുളിക്കാൻ. ഇക്കായും കൊച്ചും നിച്ചുകുട്ടൻ മദ്രസയിൽ പോയേക്കാണ്ട്. ഇപ്പോൾ ഇക്ക കൊച്ചിനെ വിളിക്കാനൊക്കെ ആയിട്ട് പോയേക്കണെയാണ്. അപ്പോൾ ഇക്കാടത്ത് ഞാൻ പറഞ്ഞില്ല, പൊതിച്ചോറ് ഉണ്ടാക്കുന്ന കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വന്നു കഴിയുമ്പോൾ അറിഞ്ഞോളൂല്ലോ. പിന്നെ കുറച്ച് മീൻമുട്ട ഉണ്ട് കേട്ടോ. നമ്മുടെ ചാള നന്നാക്കില്ല, നല്ല ഇപ്പോഴത്തെ ചാള എന്ന് പറഞ്ഞാൽ നല്ല നെയ്യുള്ള ചാളയൊക്കെ ആണല്ലോ വന്നെ. അപ്പോൾ കുറച്ച് ചാളയുടെ മുട്ടയും അതുപോലെ തന്നെ കുറച്ച് കൊഴുവ കേട്ടോ. ഇത്രയുണ്ട്. അതോടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ തേങ്ങയ്ക്ക് വില കൂടുതലായതുകൊണ്ട് ഒരു തട്ടിക്കൂട്ട് ചമ്മന്തിയാണ് കേട്ടോ. തട്ടിക്കൂട്ട് ചമ്മന്തി എന്നൊന്നും പറഞ്ഞിട്ട് അടിപൊളി ചമ്മന്തി തന്നെയാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് വറ്റൽമുളകും അതുപോലെ തന്നെ ചെറുള്ളിയും നല്ലോണം ഒന്ന് വയറ്റി എടുത്തിട്ട് കുറച്ച് പുളിയും ഉപ്പിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കുമല്ലോ, അതാണ് കേട്ടോ. തേങ്ങ ഇല്ലെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. തേങ്ങ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. അതുപോലെ തന്നെ ചാള ഇവിടെ ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട്. ചാളയാണ്, മത്തി എന്നൊക്കെ ചിലവർ ചാള മത്തി അങ്ങനെയൊക്കെ പറയും കേട്ടോ. ഞങ്ങൾ കൂടുതലും ചാള എന്നാണ് കേട്ടോ പറയണേ. അപ്പം അങ്ങനെ അതെല്ലാം സെറ്റായി കഴിഞ്ഞതിന് ശേഷം ചോറ് വിളമ്പുന്നതാണ് കേട്ടോ. നമ്മൾ പൊതിച്ചോറുണ്ടാക്കാനുള്ള ഇല കാര്യങ്ങളെല്ലാം തുടച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ചോറിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാട് ചോറുണ്ടെന്ന്. ഒരുപാട് ചോറൊന്നുമല്ല, കുറച്ച് ചോറുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പഞ്ഞീന്ന് പറഞ്ഞാൽ മീൻമുട്ടയും അതുപോലെ തന്നെ കോഴിയും അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ ഞാൻ ഒരു 2-3 ചുവന്നുള്ളിയല്ല വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുക്കും കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതിൻ്റെ ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഐറ്റം ചമ്മന്തിയാണ് കേട്ടോ. ഈ ചമ്മന്തി മാത്രം മതിയിട്ട് നമുക്ക് പൊതിച്ചോറിലേക്ക് ചമ്മന്തി മാത്രമാണെങ്കിൽ നമുക്ക് ഇപ്പോൾ പൊതിച്ചോറിന് ഇപ്പോൾ നമുക്ക് ഒരുപാട് കറികളൊന്നും വേണമെന്നില്ല. നമുക്കുള്ള കറികൾ വെച്ച് തന്നെ നമുക്ക് പൊതിച്ചോറ് കേട്ടാം. അങ്ങനെ ആ പൊതിച്ചോറ് കെട്ടിവെച്ച ആ വാഴയിലയുടെ മണം എല്ലാം ആ പൊതിച്ചോറ് തുറക്കുമ്പോൾ ഉള്ളൊരു മണം ഉണ്ടല്ലോ, അത് കേട്ടാൽ തന്നെ നമുക്ക് അത്യാവശ്യം വേറെ നിറച്ച് തന്നെ ചോറിനാട്ടോ. ഒരുപാട് കറികളൊന്നും വേണമെന്നില്ല കേട്ടോ. നമ്മുടെ കയ്യിലുള്ള അത്യാവശ്യം തട്ടിക്കൂട്ടി കറികളുണ്ടോ അത് വെച്ച് നമുക്ക് പൊതിച്ചോറുണ്ടാക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചമ്മന്തിക്കും വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് പയറിട്ട് കൊടുത്തു. പയർ ഒലുത്തി ചെയ്ത് വെച്ച് കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ തലേന്നത്തെ മോരേറിയാണ്, അത് തക്കാളി ഇട്ടാണ് കേട്ടോ മോരേറി വെച്ച്. പ്രത്യേകിച്ച് കഷ്ണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ കഷ്ണങ്ങളും കാര്യങ്ങളെല്ലാം നോക്കിയിരിക്കുകയൊന്നുമില്ല കേട്ടോ. കയ്യിലുള്ളത് എന്താണോ അത് വെച്ചുണ്ടാക്കാനാണ് കേട്ടോ ഞാൻ കൂടുതലും നോക്കുള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് കഷ്ണങ്ങൾ കാര്യങ്ങൾ നമ്മൾ കുമ്പളങ്ങ വെള്ളിരിക്കൊക്കെ ഉണ്ടല്ലോ, അതൊന്നും മേടിക്കാനായിട്ട് ഞാൻ നിൽക്കാറില്ല. അപ്പോൾ തക്കാളി വെച്ചൊരു അടിപൊളി മോരേറി ഉണ്ടാക്കിയായിരുന്നു തലേന്ന്. അപ്പോൾ ആ മോരേറി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ തലേന്നത്തെ മോരേറിയൊക്കെ ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അല്ലേ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ നമ്മുടെ ചാളക്കറി നല്ല മുളക് ചാറ് വെച്ചാണ് കേട്ടോ. ചാള വെച്ച് ചാറിനാണ് കേട്ടോ ഞാൻ വച്ചേ. കാരണം ഇപ്പം മീനൊക്കെ ഭയങ്കര വിലയാണല്ലോ, അപ്പം എല്ലാത്തിനും ഒപ്പിച്ച് പോകണമല്ലോ എന്നുള്ള രീതിയിൽ ചാറിന് തന്നെയാണ് കേട്ടോ വച്ചേക്കണേ. പിന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചാർന്ന ചാളയോടെയും വെച്ച് കൊടുക്കണ്ട്. എന്തിച്ച് അലങ്കാരം ആയിപ്പോയില്ലയോ എന്ന്, അലങ്കാരം അല്ല ഇപ്പം അധികമായി പോയില്ലയോ എന്ന് വെച്ച് അധികമായിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരേ ചാള വച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് അതിലേക്ക് വച്ച് കൊടുക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഒരു ഇന്ന് കുറച്ച് ദിവസം മുമ്പ് ഉപ്പിലിട്ട മാങ്ങ ഒരു 5-6 കഷ്ണം ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒപ്പം കൊണ്ട് വെച്ച് കൊടുത്താൽ അതും തീർന്ന് കിട്ടും. എനിക്ക് അപ്പോൾ പാത്രം കഴുകി വയ്ക്കുകയും ചെയ്യാമല്ലോ. അച്ചാർ വെച്ച് കൊടുക്കാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചപ്പോൾ എന്താണ് മാങ്ങ ഒരു 3-4-5 കഷ്ണം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതാണ് ഇതിൻ്റെ ഒപ്പം കൂടെ തീർന്നു പൊക്കോളൂല്ലോ എന്ന് വിചാരിച്ചതാ. ഉപ്പിലിട്ട മാങ്ങയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കറിക്കൊക്കെ എന്തെങ്കിലും മാങ്ങ മേടിക്കുമ്പോൾ ഞാനതെടുത്ത് ഉപ്പിലിടും കേട്ടോ. അപ്പോൾ ഒരു മാങ്ങ 2 മാങ്ങയ്ക്കും ബാലൻസ് വരുവാണെങ്കിൽ പിന്നെ ഞാനത് ഉപ്പിലിടും. അങ്ങനെയാണ് കേട്ടോ. ഇവിടെ ഉപ്പിലിട്ട ഐറ്റംസൊക്കെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ അല്ലേ, നമുക്ക് ചുമ്മാ ഇരുന്ന് കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ
അടിപൊളിയല്ലേ അപ്പം അതുകൊണ്ട് കേട്ടോ. അപ്പം അതുപോലെ തന്നെ നമ്മുടെ പൊതിച്ചോറ് അങ്ങനെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതാ എല്ലാ ഐറ്റംസും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു മുട്ടയോടെ ഓംലേറ്റ് ഉണ്ടാക്കി വെച്ച് കൊടുക്കാൻ പറ്റുന്നു. വേണ്ട, എന്തിനാ, അത് നമ്മൾ അധികമായി പോകും. അപ്പോൾ അത് വേണ്ട എന്ന് വെച്ചു. അപ്പോൾ മീനും മുട്ടയും അത് അത്ര ശരിയല്ലല്ലോ, സെറ്റപ്പല്ല. ഞാൻ നേരത്തെ പൊതിച്ചോറിലൊക്കെ വയ്ക്കാറുണ്ട്. ഇപ്പം ഞാൻ കൂടുതലും ഒരു തട്ടിക്കൂട്ട് പൊതിച്ചോറൊന്നും ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിന് ഓംലേറ്റ് കാര്യങ്ങളൊന്നും വെച്ചെടുക്കാറില്ല കേട്ടോ. അപ്പോൾ അതാ ഞങ്ങളുടെ 3 പൊതികൾ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഏറ്റവും മേളിൽ ഇങ്ങനെ നിച്ചുകൊണ്ട് പൊതിയായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഇക്കായക്കാൻ വന്നു. ഇക്കാക്ക എന്താ പൊതിച്ചോറ് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ആ പൊതിച്ചോറ് തുറക്കണ്. നിച്ചുക്കുട്ടൻ അപ്പുറം ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ കുറച്ച് നീക്കി വെച്ച് കൊടുത്തതാണ്. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പൊതിച്ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പുള്ളി പറയത്തില്ല കേട്ടോ. ഞാൻ മിക്ക ദിവസങ്ങളും ഇങ്ങനെ പൊതിച്ചോറ് ഉണ്ടാക്കും. പക്ഷെ പുള്ളി എൻ്റെ അടുത്ത് പറയില്ല, ഇങ്ങനെ ഉണ്ടാക്കി തന്നെ നിൽക്കും, ഒരിക്കലും എന്നോട് പറയാറില്ല. പക്ഷെ ഞാനത് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പം ഞാൻ ഇക്കാനോട് പറയാൻ കേട്ടോ, ഒന്ന് കഴിച്ചു നോക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ എന്ന്. അപ്പം ഇക്ക പറഞ്ഞു പറയാനില്ലല്ലോ, പൊതിച്ചോറാകുമ്പോൾ പിന്നെ പറയാനില്ലല്ലോ. ഇക്കൊക്കെ ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് ആ വാട്ടിയ വാഴയിലയുടെ മണയൊക്കെ അടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതല്ലേ. അങ്ങനെ ഇക്ക കഴിച്ചു നോക്കി, ഇക്കാക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം അതിൽ നിന്ന് ഒരു കുഞ്ഞു ഉരുള എനിക്ക് വായിൽ വെച്ച് തന്നാണ്ട് കേട്ടോ, ഒരു കുഞ്ഞു ഉരുള. അപ്പം അതും ഞാൻ അങ്ങനെ കഴിച്ചു. ആ ഉരുളയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താണ് കേട്ടോ. ഇനി ഞാൻ അങ്ങനെ പൊതിച്ചോറ് അങ്ങനെ തുറക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ പൊതി അങ്ങനെ തുറന്ന് ഇനി കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നിച്ചുക്കുട്ടൻ അപ്പുറം ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നിച്ചുക്കുട്ടനെ കാണിച്ച് തരാം കേട്ടോ. ഇപ്പം ഇത് ചെറിയ ടേബിളിൽ ഇരുന്നാണ് കേട്ടോ ഞങ്ങൾ കഴിക്കണേ. ഇവിടെ അകത്ത് മറ്റേ വലിയ ടേബിൾ പുറത്താണല്ലോ. അങ്ങനെ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ പൊതിച്ചോറ്. കണ്ടോ, എല്ലാവരുടെയും കൂടി നല്ല സെറ്റായിട്ടിരിക്കണ്ടോ. കാണുമ്പോൾ തന്നെ എനിക്ക് ഇപ്പം ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തും വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തും എനിക്ക് വായിക്കൂടെ വെള്ളം വരുന്നുണ്ട് കേട്ടോ. കാരണം പൊതിച്ചോറെന്ന് പറയുന്ന ഒരു വികാരമല്ലേ, അതാണ് കേട്ടോ. അപ്പോൾ ചമ്മന്തിയും അതുപോലെ തന്നെ മീൻമുട്ടയും അതുപോലെ തന്നെ കൊഴുവയും എല്ലാവരുടെയും കൂടി ഒരു ഉരുള, അതൊരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്തേക്ക് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരുപാട് കറികളൊന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ ഉള്ള കറി എന്താണോ അത് വെച്ച് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നിച്ചുക്കുട്ടൻ അവിടെ ഇരിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ നിച്ചുക്കുട്ടൻ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഇനി എനിക്കും കൂടെയും കഴിക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കണതാണ് കേട്ടോ. അപ്പോൾ പുറത്ത് നല്ല തകൃതിയായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഫുഡ് കാര്യങ്ങളെല്ലാം കഴിച്ച് കുറച്ച് നേരം കിടന്നോട്ടെ. ഞങ്ങൾ കുറച്ച് നേരം കിടന്നൊന്ന് ഉറങ്ങി. അങ്ങനെ സ്ഥിരം കിടന്നുറങ്ങാറൊന്നുമില്ല, നല്ല മഴയായിരുന്നു. അപ്പം ഇന്നിപ്പോൾ നിച്ചുക്കുട്ടനും പ്രത്യേകിച്ച് മദ്രസയിലൊന്നും പോകാനില്ല, അവനൊക്കെ ഉച്ചയ്ക്കായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരം അങ്ങോട്ട് കിടന്നുറങ്ങി. ഞങ്ങൾ എന്നും അങ്ങനെ കിടന്നുറങ്ങി. ഞങ്ങൾ വല്ലപ്പോഴും മാത്രമാണ് ഉച്ചയ്ക്ക് കിടന്നുറങ്ങാറുള്ളൂ കേട്ടോ. അങ്ങനെ ഉറക്കെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഇക്ക മുളക് ബജ്ജിയും അതുപോലെ തന്നെ മുട്ട ബജ്ജി അത്രയും സാധനങ്ങൾ മേടിച്ചു വിടുന്നുണ്ട് കേട്ടോ. ഇക്ക കഴിക്കില്ല, ഇക്കാക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മേടിച്ചു വിടുന്നതാണ്. ഇക്കാക്ക് വേറെ എന്തോ ഒരു കേക്ക് പോലത്തെ സാധനമാണ് കേട്ടോ മേടിച്ചേ. അപ്പോൾ ഞങ്ങൾക്ക് മേടിച്ചു വിടുന്നിട്ടുണ്ട്. അപ്പോൾ നിച്ചുക്കുട്ടൻ മുട്ടയുടെ മഞ്ഞ തിന്നത്തില്ല കേട്ടോ. അവനക്ക് ഇഷ്ടമില്ല, മുട്ടയുടെ വെള്ളം മാത്രമേ തിന്നുള്ളൂ. ആ മുട്ട ബജ്ജിയുടെ ഉള്ളിൽ നിന്നാണെങ്കിലും അവൻ ആ മഞ്ഞ എടുത്ത് മാറ്റിയതിന് ശേഷം മാത്രമാണ് കേട്ടോ കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇക്ക കേക്കാണ് മേടിച്ചത്. ഞങ്ങൾക്ക് മുട്ട ബജ്ജിയും മുളക് ബജ്ജിയും ഇത്രയും മേടിച്ചു കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ ഇന്ന് കഴിക്കുവാണ്. അപ്പോൾ ഞങ്ങളുടെ പൂച്ചക്കുട്ടൻ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ നിച്ചുക്കുട്ടൻ്റെ മുട്ടയുടെ മഞ്ഞ ഞങ്ങൾ പൂച്ചക്കുട്ടന്മാർക്ക് കൊടുക്കും കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ കൊടുക്കും. എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ മുട്ടയുടെ മഞ്ഞ. പക്ഷേ ഞാൻ അങ്ങനെ എടുത്ത് കഴിക്കില്ല. നമ്മൾ ബജ്ജിയായിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം കഴിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ളൂ ഗ്ലാസ് ചൂട് ചായയോടെയും കുടിച്ചു കേട്ടോ. അപ്പോൾ കാര്യമായിട്ടുള്ള വീഡിയോസ് ഒന്നൊരു കുഞ്ഞു വ്ളോഗ്, നമ്മുടെ ഇവിടെ കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളും അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.